വലൈക്കും എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, എക്സാം ഒക്കെ ഇങ്ങനെ അടുത്തു. എല്ലാവരും എക്സാമിന്റെ അവസാന ഘട്ട പ്രിപ്പറേഷനിലായിരിക്കും അല്ലേ? ഓക്കെ, ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ട്, സാർ 27ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് പറയാമോ പ്ലീസ്? പിന്നെന്താ പറയാലോ. ഓക്കെ, ഒരു വർക്ക്ഷോപ്പിൽ ഇതാണ് 27ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു വർക്ക്ഷോപ്പിൽ കുറെ കാറുകളും ബൈക്കുകളും ഉണ്ട്. ഓക്കെ, എത്ര ടയറുകളുണ്ട്? മൊത്തം 242 ടയറുകൾ, 242 ടയറുകൾ ഉണ്ട്. 79 വണ്ടികൾ, 79 വണ്ടി. അത് നോക്കണ്ട, അത് നമുക്ക് ഇമ്പോർട്ടന്റ് ഇല്ല. അങ്ങനെയാണെങ്കിൽ എത്ര കാറുകളും എത്ര ബൈക്കുകളും ഉണ്ട് എന്നാണ് നമ്മളോട് ചോദിച്ച ചോദ്യം. ഓക്കെ, കാറിന് എത്ര വീൽ ഉണ്ടാവും? 4 ടയർ ഉണ്ടാവും. ബൈക്കിന് എത്ര ടയർ ഉണ്ടാവും? 2 ടയർ. ഇത്രയും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാ. ഓക്കെ, അപ്പൊ എത്ര ബൈക്കും എത്ര കാറുകളും? മൊത്തം 242 ടയറുകളുണ്ട്. ഓക്കെ, ഒന്നുമില്ല, നമുക്ക് വേറെ ഒന്നും മെനക്കെടണ്ട, നേരെ ഓപ്ഷനിലേക്ക് നോക്കാം. 37 കാറും 42 ബൈക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം. 37 കാർ ആവുമ്പോൾ 37 കാറിന് എത്ര വീല് കാണും? 37 ഗുണം 4 ചെയ്യാം. കാറിന് 4 വീലല്ലേ? 7 4 28, 2 ശിഷ്ടം, 4 3 12, 2 14. അപ്പം കാറിന് 148 എന്ന് കിട്ടി. ഒന്നാമത്തെ ഓപ്ഷനാണ് നമ്മൾ ചെയ്തു നോക്കുന്നത്. ഇനി 42 ബൈക്ക് ഉണ്ടെന്ന് പറഞ്ഞു. 42 ഗുണം 2 ചെയ്ത് നോക്കാം. 2 2 4, 4 2 8, 84. അപ്പൊ കാറിന്റെ 148ഉം ബൈക്കിന്റെ 84ഉം കിട്ടി. ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കാം. 148ഉം 84ഉം, 8 4 12 ശിഷ്ടം 1, 8 4 12 ശിഷ്ടം 1 13, വീണ്ടും ശിഷ്ടം 1, 232. അപ്പം ഒന്നാമത്തെ ഓപ്ഷൻ എടുത്ത് നമ്മൾ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയത് 232 വീൽ എന്നാണ്. പക്ഷെ ക്വസ്റ്റ്യൻ എത്ര കൊടുത്തിട്ടുള്ള? 242. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം ഒന്നാമത്തെ ഓപ്ഷൻ ആൻസർ അല്ല, അത് തെറ്റാണ്. ഓക്കെ, എങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ഒന്ന് ചെയ്തു നോക്കാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യന്റെ പ്രത്യേകത, നമ്മൾ ഓപ്ഷനിൽ നിന്ന് തന്നെ ആൻസർ കിട്ടും. ഒന്നുകിൽ ഓപ്ഷൻ എയോ ഓപ്ഷൻ ബിയോ ആയിരിക്കും ഇതിന്റെ ആൻസർ. കാരണം ഓപ്ഷൻ എ ആൻസർ കിട്ടിയില്ല. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം ഓപ്ഷൻ ബി ആയിരിക്കും എന്നും പറഞ്ഞ് വേഗം ചെയ്യാൻ പാടില്ല. നമുക്കൊന്ന് ചെയ്ത് നോക്കാം, എന്നിട്ടൊന്ന് കൺഫേം ആക്കിയിട്ട് നമുക്ക് ചെയ്യാം. 42 കാർ ഉണ്ടെന്ന് പറഞ്ഞ്, അപ്പൊ കാറിന് എത്ര വീലാ? 4 വീല്. 42 ഗുണം 4, 4 2 8, 4 4 16. അപ്പം കാറിന് 168 വീലും ബൈക്ക് 37 എന്നാ പറഞ്ഞത്. അപ്പം ബൈക്കിന് 2 വീലാണ്. ഓക്കെ, 37 ഗുണം 30 30 60, 74 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഈ 168ഉം 74ഉം ഒന്ന് ചെയ്തു നോക്കാം. 8 4 12, 2 ശിഷ്ടം 1, 6 7 13, 13 1 14, 4 അഗൈൻ ശിഷ്ടം ക്യാരി 1, 1 + 1 2, 242. അപ്പൊ 242 ടയർ എന്ന് നമുക്ക് ഏത് ഓപ്ഷനിൽ നിന്ന് കിട്ടി? രണ്ടാമത്തെ ഓപ്ഷനിൽ നിന്ന് കിട്ടി. ഓക്കെ, ഇത് ചെയ്യാൻ വേറെ മെത്തേഡൊക്കെ ഉണ്ട്, അതൊന്നും നമ്മൾ ആലോചിക്കേണ്ട. നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. ഓക്കെ, പിന്നെ പറയാനുള്ള ഇതേ മോഡൽ ഒരു ക്വസ്റ്റ്യൻ ഈ കഴിഞ്ഞ പ്രൊഫഷണൽ എക്സാമിന് ഇതേ മോഡൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് എന്ന് എക്സാം എഴുതിയ കുട്ടികളും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒരു ക്വസ്റ്റ്യൻ തരാം. ഈ 25ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാമോ? 25ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ കമന്റ് ചെയ്യാമോ? 2 9 28 65. അടുത്ത വരുന്ന ആൾ ആരായിരിക്കും? ഒന്ന് കമന്റ് ചെയ്തോ. അതായത് സീരീസ് ആൻഡ് സീക്വൻസ്, സീരീസും സീക്വൻസിന്റെയും ക്വസ്റ്റ്യനും എന്തുണ്ടാകും? എക്സാമിനുണ്ടാകും. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ പറയാനുള്ള കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുമെന്ന് പ്രതീക്ഷയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ വളരെ സമാധാനപൂർവ്വം അത് കേൾക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. നല്ല രീതിയിൽ എഴുതുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക, ആദ്യത്തെ റാങ്കുകളിൽ എത്തുക. എല്ലാവരും അഡ്മിഷൻ കിട്ടട്ടെ എന്ന് പ്രത്യേകമായി ദുആ ഇറക്കുന്നു. എല്ലാവരും അടിപൊളിയായി എഴുതുക. ഓക്കെ, താങ്ക് യു.